അങ്ങനെ എന്നെ എടുത്തോട്ട് മൊയിലും കൂടെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നാട്ടോ. എനിക്ക് പിന്നെ ഹോസ്പിറ്റലിലെ പരിസരവും വഴികളും ഒക്കെ ഇപ്പൊ എനിക്ക് മനപ്പാടമായി. കാര്യം 1-2 തവണ ഇപ്പൊ ഇവിടെ സ്ഥിരം അങ്ങായി. അങ്ങനെ ഇവിടുത്തെ പതിവ് ആചാരം പോലെ തന്നെ മൊയിലും എന്നെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഡോക്ടറെ കാണാനുള്ള OP എടുത്തിയാണ് കേട്ടോ. എന്നെ കണ്ടപ്പോ തന്നെ അവർക്ക് മനസ്സിലായി, ലക്കിയാണോ? ഞാൻ പറഞ്ഞ ലക്കിയ. എന്നാ പേരുകൾ അത്ര ലക്കിയൊന്നും അല്ല കേട്ടോ. പോണതും വന്നതും അത് തന്നെ കൈവയ്ക്കാന്ന് കേട്ടാ. എനിക്ക് ഡോക്ടറെ കാണണം. അപ്പൊ അവര് പറഞ്ഞ് അകത്ത് ഡോക്ടർ ഇരിപ്പുണ്ട്, നീ എന്ന് കാര്യം പറ. ഇതിനിടയ്ക്ക് ഈ കൂട്ടത്തിൽ നിന്ന മൊയിലുമ്മ അങ്ങോട്ട് പോയി. മൊയിലുമ്മ അങ്ങോട്ട് പോയി. പറകെ നിൽക്കുന്ന ഞാൻ അതല്ലേ നോക്കണേ. മൊയിലുമ്മ എവിടെ നിന്നിട്ട് അങ്ങോട്ട് പോയിരുന്നു. എന്തായാലും പെട്ടെന്ന് വാ മൊയിലുമ്മ. മൊയിലൊന്നും പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ഡോക്ടറമ്മ, വീട്ടിലെ പൂച്ച പെണ്ണെന്നെ മാന്തി. ഞാൻ ബാക്കിൽ കൂടെ ഓടിയപ്പോഴത്തേക്ക് എന്റെ പിറകെ വന്ന് അവൾ എന്നെ കണ്ണിലിട്ട് മാന്തി തന്നു. എന്റെ ചെവിയിലിട്ടൊരു കടിയും തന്നു. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ പെട്ടെന്ന് ഓടി ചെന്നപ്പോഴത്തേക്ക് അവള് പേടിച്ചിട്ടാണ് എന്നെ മാന്തിയത്. അങ്ങനെ മൊയിലിന്റെ അടുത്ത് ഡോക്ടറമ്മ പറഞ്ഞ് മുറിവിൽ വെക്കാനുള്ള മരുന്ന് അങ്ങനെ 2 ഇഞ്ചക്ഷൻ ഉണ്ടെന്ന്. അത് കേട്ടപ്പോ എന്റെ വാതി ഉയരങ്ങ് മേളോട്ട് പോയി. കാര്യം ഇവിടെ വരുന്നത് ഇഞ്ചക്ഷൻ എടുക്കാനാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറമ്മ എന്റെ ചന്തിയിൽ ഇനി സൂചി വെച്ച് ഒരിടമില്ല, എല്ലായിടവും പഞ്ചറായാണ് ഇരിക്കുന്നത്. ഒരു കാര്യം ചെയ്യും ഡോക്ടറമ്മ, പഞ്ചറോട്ട് ചെയ്യാനുള്ള മരുന്ന് തന്നാൽ മതി. ഒന്നാതെ ഇപ്പം മൊയിലിൻ്റെ കൂടെ വന്ന് പുറത്തു പോകാൻ പേടിയാണ്. പോകുന്ന അത്ര ഇഞ്ചക്ഷൻ എടുക്കാനാണ്, അല്ലാതെ ഇപ്പം കറങ്ങാൻ പോകുന്നൊക്കെ ചുരുക്കമാണ്. അങ്ങനെ ഡോക്ടറമ്മ കുറെ മരുന്നുകളൊക്കെ എഴുതി തന്നപ്പോ ഇനിയിപ്പോ ആ മരുന്ന് പുറത്തുനിന്ന് പോയാണ് വാങ്ങിക്കാൻ. എന്തു പറയാൻ, ജീവിതം ഒരു വല്ലാത്ത ജീവിതമായിട്ട് പോകണം. വന്ന് ഇപ്പൊ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കാര്യം രാത്രിയാകുമ്പോഴത്തേക്ക് ഈ സ്വപ്നം കാണുന്ന അത്രയും സൂചി ചന്തയിലിരിക്കണതാണ്. അങ്ങനെ പിന്നെ ഡോക്ടറമ്മ കുറെ മരുന്നുകളൊക്കെ എഴുതി തന്നെ. ഇനി അത് പുറത്തുനിന്ന് വാങ്ങണം, പിന്നെ കുറെ ഇഞ്ചക്ഷനും എടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, മൊയിലും അതെന്തോ എഴുതിയിരിക്കണമെന്ന് പറഞ്ഞതാ. അങ്ങനെ മൊയിലും അതൊക്കെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് വരുന്നു പറഞ്ഞു തന്നു. ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്, മരുന്ന് വയ്ക്കാറുണ്ട്, പിന്നെ മരുന്ന് വാങ്ങിക്കാനുണ്ട്. എന്നാലും മൊയിലും ഇതൊരു വല്ലാത്ത ജീവിതമായി കേട്ടാ. അങ്ങനെ പിന്നെ സൂചി വയ്ക്കേണ്ട മാമൻ മൊയിലിൻ്റെ അടുത്ത് പറഞ്ഞ് പുറത്തുനിന്ന് ഈ മരുന്നുകളൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുള്ളൂ, മരുന്നടുത്ത് വെച്ച് ഇതാണ്, അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ മൊയിലും മരുന്നടയിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മൊയിലു അത് ഇഞ്ചക്ഷനായിട്ട് എടുക്കണോ? ഇനി കയ്യിൽ ഒഴിച്ച് തന്നാൽ പോരെ, ഞാൻ കുടിച്ചോളാം. ഇതൊന്നും കേൾക്കാതെ മൊയില് നേരെ അങ്ങ് കൊണ്ടുപോയി. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെ വിഴിമരുന്നൊക്കെ നിറയ്ക്കുന്നത് എല്ലാം കണ്ടപ്പോഴേനു മുമ്പേ കഴിച്ച ബിസ്ക്കറ്റ് വരെ ദയിച്ചു. അങ്ങനെ അവര് പറഞ്ഞ് ഇവിടെ പോയി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനും മൊയിലും കൂടെ അങ്ങനെ ഇവിടെ കാത്തിരിക്കുകയാണ്. ഞാനപ്പോഴും മൊയിലിൻ്റെ അടുത്ത് പറയും, മൊയിലു ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കണോ? കയ്യിലിങ്ങി ഒഴിച്ച് എന്നാ പോരെ, ഞാൻ കുടിച്ചോളാം. എനിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ടാണെങ്കിൽ ആകെ മൊത്തം പേടി. 4 ദിക്കിലും ഇതൊക്കെ തന്നെ പരിപാടി. അവിടെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഓരോന്നും ബോധമില്ലാതെയും കാലി മേളിലോട്ട് കെട്ടിവെച്ചും കൈ കെട്ടിവെച്ചും മുഖത്തും മൊത്തം കെട്ടിവെച്ചും ഒക്കെ ഓരോന്നിരിക്കുന്നു. പോരാത്തതിന് ഇപ്പുറത്തോട്ട് നോക്കുമ്പോഴാണെങ്കിൽ അവിടെ സൂചി എടുക്കണതാ, മരുന്നെടുക്കണതാ, എനിക്കെല്ലാം കൂടെ കണ്ട ശരീരം മൊത്തം തളർന്നു പോയി. ഞാൻ മൊയിലിൻ്റെ അടുത്ത് മൊയിലും ഇതൊക്കെ ഊരിയെടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇനി എന്തിനാണ് പരിപാടി? എനിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കാൻ തന്നെ പേടി. ഞാൻ ഒരു വട്ടം അങ്ങോട്ട് നോക്കിയപ്പോൾ തന്നെ പകുതി വീരും മേളിലോട്ട് പോകണം. എവര് ഇഞ്ചക്ഷൻ ഇത്ര എടുത്ത് എന്നെ മണ്ണം വെപ്പിക്കും. ഇനി എന്തായാലും ഈ മരുന്ന് ഇത്രയും എന്റെ ശരീരത്തിൽ വിട്ട് തന്നെയാണ് പോകുന്നത്. അതിന് ഒരാൾ കയ്യിൽ ഒഴിച്ചു തന്നാൽ ഞാൻ കുടിക്കൂലേ മൊയിലു? ഞാനിതൊക്കെ പറയുമ്പോഴും മൊയിലു എന്നെ ഒരു സൈഡിൽ കൂടി സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, മൊയിലല്ലേ ഇഞ്ചക്ഷൻ എടുക്കണം, ഞാനല്ലേ എടുക്കണത്. എന്റെ സമാധാനമല്ലേ പോണത്. ഇവിടെ എനിക്കാണെങ്കിൽ വരണത് തന്നെ പേടിയാണ്. കാരണം ഇവിടെ വരുമ്പോൾ ഇത്രയും കണ്ണ് പോയതും കാല് പോയതും കൈ മുറിഞ്ഞതും കാല് മുറിഞ്ഞതും ബാലില്ലാത്തതും ഒക്കെയാണ് കാണുന്നത്. ഇതിനിടയിലാണെങ്കിൽ കണ്ണു പോയ ഞാനും. എന്നാലും പിന്നെ ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെ എന്റെ കൂട്ടരെ. അങ്ങോട്ട് നോക്കാൻ തന്നെ പേടിയാവണത്. ഒരെണ്ണം അവിടെ കിടക്കണം എന്റെ പൊന്നോ. ഇതിനിടയിൽ ഇവിടെ എന്തോ കുലുക്കിയൊക്കെ എടുക്കണം. എന്തിനാണെന്ന് ഒരു പിടുത്തമല്ല. കുലുക്കി കുറെ നേരം കുലുക്കിക്കൊണ്ടിരിക്കണം. ചിലപ്പോ ഇനി ഇഞ്ചക്ഷന് വേറെ കുലുക്കി സർവത്വമല്ല തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് രുചിയായിരുന്നു. എന്നാലും മൊയിലും ഇങ്ങനെ തലയിലൊന്നും തളവിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്കാണെങ്കിൽ അടി വയറ്റിന്ന് മേളോട്ടൊരു ഇരമ്പലി. അങ്ങോട്ട് നോക്കിയാൽ തന്നെ പകുതി വീര് പോകണം. നോക്കിയാണ് മൊയിലും അങ്ങോട്ട് നോക്കും. എൻ്റെ അമ്പൂ, അവിടെ എന്തിനും മൊയിലും എടുത്തോണ്ടിരിക്കുന്നത്. അങ്ങോട്ട് നോക്കാൻ തന്നെ വയ്യ, പേടിയാവണം അങ്ങോട്ട് നോക്കുമ്പോ. ഇത് വല്ലതും ആ പൂച്ചപ്പൻ അറിയണമെന്താ ഞാൻ കിടന്ന് അനുഭവിക്കണത്. അവളവിടെ മീനും ചോറും ഒക്കെ തിന്നോണ്ട് കിടക്കുകയായിരിക്കും. ഞാൻ ഇവിടെ ഇതാ വിറച്ചിരിക്കണം. എന്തായാലും അവളുടെ അടുത്ത് ഇനി കളിക്കാൻ പോണത് വേണ്ടെന്ന് വെക്കണം. ഇല്ലെങ്കിൽ എന്റെ ജീവിതം എനിക്ക് ഈ സൂചിയിൽ തീരണം. മരോ എന്തായാലും ഇന്ന് വല്ലതും നടക്കുവോ? കുറെ നേരം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് പേടിച്ചിട്ടാണേ വയ്യ. അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞപ്പോ എനിക്കുള്ള ഊഴം എത്തി. അവര് മരുന്നും സൊറിഞ്ചും ഒക്കെ ആയിട്ട് എത്തി. പിന്നെ പിന്നെ എടുക്കണത് റാബിസിന്റെയും TT ഒക്കെയാണ്, മുറിവിന്റെ ഒക്കെയാണ് മരുന്ന് എന്ന് എടുക്കുന്നത്. അങ്ങനെ ആ സമയമായപ്പോഴത്തേക്കും മൊയിലും എന്നെ ചേർത്ത് പിടിച്ച് വെച്ചിരുന്നു. ഞാൻ മൊയിലിന്റെ അടുത്ത് കേട്ടോ, മൊയിലും ഇഞ്ചക്ഷൻ എടുത്താന്ന് പറയേണ്ട താമസം. അതിനെ ഒന്ന് ഇഞ്ചക്ഷൻ എടുത്ത്. പക്ഷേ ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എനിക്ക് അത്ര വലിയ വേദനിച്ചൊന്നുമില്ല കേട്ടോ. ചെറിയൊരു വേദന ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ കൂടെ പഴയൊരു ബൂസ്റ്റർ ഇഞ്ചക്ഷനും കൂടെ ഉണ്ടായിരുന്നു. അതെടുത്തപ്പോൾ ഇത്തിരി വേദന അടുത്ത് കേട്ടോ. ഇത്തിരി വേദന ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചു കിടന്നു, അയ്യോ ഇഞ്ചക്ഷൻ എടുക്കല്ലേ ഇനി വേദന എടുക്കണമെന്ന്. പക്ഷെ അവര് നല്ലോണം തടയൊക്കെ തന്നനി. ഇതിനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അയ്യോ എന്റെ കാലിൽ പിടിച്ചു വരും, ആര് വലിക്കുന്നത് പറഞ്ഞു തീർന്നതിനും ഇഞ്ചക്ഷനും കൂടെ അവരെടുത്ത്. അതെടുത്തപ്പോൾ എനിക്ക് നല്ല വേദനിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മൊയിലിൻ്റെ അടുത്തിട്ടു, മൊയിലും ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇനി എനിക്ക് വയ്യ. അവര് പോയല്ലേ? തളവിട്ടൊന്നും ഒരു കാര്യമില്ല മൊയിലു, നല്ല വേദനയുണ്ട്.
ഇനിയിപ്പോ നേരത്തെ ചന്തി പഞ്ചറാണെന്ന് പറഞ്ഞോണ്ട് എന്നെ എന്തോ കാലിലൊരു കുത്തി തന്നത്. അങ്ങനെ പിന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് മൊയില് നേരെ എന്നെ കൊണ്ട് ഡോക്ടറെ പിന്നെയും കാണിക്കാൻ കൊണ്ടുപോയി. ഞാൻ അപ്പോഴും മൊയിലിന്റെ അടുത്ത് പറയാം, മൊയിലു ഇനി ഇഞ്ചക്ഷൻ ഒന്നും വേണ്ടെന്ന് പറയട്ടാ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഡോക്ടർ അമ്മ ഇനി ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട, ഇനി ഇഞ്ചക്ഷൻ എടുക്കാൻ സ്ഥലവും ഇല്ല. ഇപ്പൊ എല്ലാ ഇഞ്ചക്ഷനും കൊടുത്ത് ഇനി റാബിസിന്റെ ഒരു 4 ഇഞ്ചക്ഷനും കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ഈ പണ്ടാരം ഇതുവരെയും തീർന്നില്ലേ? ഇതെല്ലാം കഴിഞ്ഞ് അവള് വന്ന് ഇന്നപ്പോ അടുത്തൊരാൾ വന്ന് പിന്നെ പഴയ ഇഞ്ചക്ഷൻ എടുത്ത കാര്യങ്ങളും അതെവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എടുക്കുന്ന കാര്യങ്ങളെന്നൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മൊയിലിന് പറഞ്ഞു കൊടുത്തു. അപ്പോഴും എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു, ഇനി അടുത്ത പിടിക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെയാണോ എന്ന്. ഞാൻ എല്ലാം അവിടെ പേടിച്ച് ആകെ കിളി പറഞ്ഞാണ് അവിടെ നിന്നത്. എന്തായാലും കൊള്ളാം, നല്ല സമയം തന്നെ. ആശുപത്രി വീട് ആശുപത്രി ഇങ്ങനെ കറങ്ങി നടന്ന് ഞാനാണ്. അങ്ങനെ പിന്നെ ആശുപത്രിയിൽ നിന്ന് വെളിയിറങ്ങി പോകാൻ നേരത്ത് മൊയിലും അമ്മയും മൊയിലും കൂടെ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു കാര്യങ്ങൾ എല്ലാം നിന്റെ നല്ലതിനാണ്. നാളെ ഇനി വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനും പിന്നെ പൂച്ച കടിച്ചിട്ട് ഒരു പ്രശ്നങ്ങളും വരാതിരിക്കാനാണെന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവര് സ്നേഹത്തോടെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനിയിപ്പോ എന്തായാലും പൂച്ചപ്പണ്ണന്റെ അടുത്ത് കളിക്കുന്ന സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ആശുപത്രി വിട്ടൊരു നേരവും കാണൂല എനിക്ക്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ വന്ന് കേട്ടാ. പിന്നെ ഇനിയിപ്പോ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ. ശരി, ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ.